You're the color of my blood. You're the cure, you're the pain. You're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതിലെ പോലെ ഇപ്പോഴും ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ സമയത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 ഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു.
അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം. Beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 Time stands still, beauty in all she is. I will be brave. I will not let anything take away. Standing in front of me, every breath, every hour has come to this. One step closer. Starlight raining over me, like drifting through a memory. Wake up in your crystal sky, we're floating just to feel alive. Starlight raining over me, like drifting through a memory. Wake up in your crystal
അങ്ങയുടെ പരിശുദ്ധാത്മാവായ എന്നെന്നും ദൈവമായി ജീവിച്ചു കാണുന്ന അങ്ങേക്കൊപ്പം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കട്ടെ. വചനം അനുസരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിൽ കാണിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നതുകൊണ്ടുമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴിവായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരമായ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശ്വസ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളുടെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ ലാബാനെ നിർമ്മിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാർക്ക് ജീവിക്കുകയും സ്ത്രീ ബലഹീനമാത്രമാണെങ്കിലും ജീവദായകമായ കൃത്യത്തെ തുല്യ അവകാശീയത നിലയിൽ അവളുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് തിന്മയോ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കും. അനുഗ്രഹം അവകാശവാദങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അറിവുകളുണ്ടായിരുന്നു. കർത്താവിനെ ഞാൻ അഭിമാനപ്പെടുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ വിഹിതപ്പെടുത്തും. നമുക്കൊരുമിച്ച് അവിടുത്തെ നാം വസിക്കാം. ഞാൻ കർത്താവിനെ തേടി. അവിടുന്ന് എനിക്ക് ഉത്തരവില്ലേ. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിക്കാതെ അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവരെ വിളിച്ചു കർത്താവ് കേട്ടു. എല്ലാ കഷ്ടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലതെന്ന് രുചിച്ചറിയും. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നിങ്ങളോടുകൂടെ മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂടാശയായി വിതരണം ചെയ്ത് ഓർപ്പിക്കുകയാണല്ലോ. നിങ്ങളെല്ലാം ദേവാലയത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാചകപൂർവ്വം ആസ്വദിക്കുന്നു. അവിടുത്തെ ജ്ഞാനസ്ഥാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. കൂടാതെ ഒരു പ്രത്യേക കൂടാശയാണ് നിങ്ങളെ എന്തിനാവുകയും ശക്തിപ്പെടുത്തുകയും
ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ ക്രിസ്തുവിന്റെ സഭയുടെ ബോധത്തെ വളർത്തുവാൻ നിങ്ങളുടെ സന്നദ്ധമാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഈ സഭയുടെ പിതാവെ സമ്മതം പ്രകടമാക്കുന്നു. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ ഈ അമൃതകോടിയാകുമ്പോൾ ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആഴമായ ബന്ധത്തെ പ്രതിഫലമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമായി ജീവിക്കണമേ. To see the ways of the heavens and the truth അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കാര്യം tossed and torn by the storm, a courageous life in a time of strife, a message that rang loud and clear, to defend all life in a culture of death. പിതാവായ ദൈവം നമ്മെ അത്യധികം സ്നേഹിച്ചു. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരായ ഞങ്ങൾ പരസ്പരം സ്നേഹത്തിലൂടെ അങ്ങയുടെ മക്കളെന്ന് അറിയപ്പെടാൻ തക്ക വിധം അന്യോന്യം സ്നേഹത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥം, അങ്ങയുടെ സ്നേഹത്തിന് എന്നും പ്രതിഫലം നൽകി ജീവിക്കാൻ സർവ്വത സന്തോഷം കണ്ടെത്ത് കുടുംബജീവിതത്തിൽ വരുന്ന ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പരസ്പര സ്നേഹത്തിൽ സ്ത്രീയെയും പുരുഷനെയും സംയോജിപ്പിച്ചുവല്ലോ. ഈ സഹോദരങ്ങൾ കെട്ടിപ്പടുക്കാൻ പോകുന്ന കുടുംബത്തിൽ തങ്ങളുടെ സ്നേഹത്തിന്റെ മകളമായ മക്കളോടൊത്ത് സദാ സന്തോഷിക്കുന്നതിന് ഇവർ അങ്ങേ എന്നും സൂചിക്കുന്നതിന് ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പുത്രൻ തന്റെ രസഹാരഹസ്യത്തിലൂടെ സഭയെ തന്റെ മണവാട്ടിയെ സ്നേഹിക്കുകയും അങ്ങേക്ക് സമർപ്പിച്ച സ്വരക്തത്തിലൂടെ വിശുദ്ധീകരിക്കുകയും നിർമ്മലയാക്കുകയും ചെയ്തുവരും. വിവാഹം എന്ന ഉദാശയിലൂടെ ഭാര്യഭർത്താക്കന്മാരായ കുട്ടികൾ തങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിന് അങ്ങയുടെ മാതൃക സ്വീകരിക്കാൻ ഇവിടെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, മനസ്സിലും ഹൃദയത്തിലും ക്രിസ്തീയ കുടുംബം ഒന്നായി തീരുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മ ഇവരെ നിരന്തരം നിലനിർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ. I know it's on your heart that a love like ours should never fall apart. You're so afraid of the rain, so I will take your hand and I love you in the best way that I can, and I only expect the same. Don't promise me forever, don't promise me the sun and sky, don't pretend to know you'll never make me cry. Just hold me now and promise me you'll try. Though I'm sure of what I feel, I never thought a love so true felt so unreal, and I'm a little afraid myself. സന്തോഷത്തോടെ ഈ കാണികൾ കാണികളോട് സ്വീകരിക്കുകയും വിവാഹ കൂതാശികളെ സംയോജിപ്പിച്ച് പിതൃവാത്സല്യത്തെ കാലത്തിൽ പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ അംഗീകൃതവുമായ ഒരു ദൈവം പഠിച്ചു അങ്ങനെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യപ്പെട്ട് അത് അവരുടെ കീഴടക്കുകയും ദൈവപ്പെടുത്തുകയും പങ്കുവരാക്കുകയും അങ്ങനെ സ്വീകരിക്കുകയും ചെയ്തത് പുരുഷൻ സ്ത്രീ തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങനെ വിവാഹസമ്മതത്തെ നമ്മൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളെ നശിക്കുന്ന ഈ ഉദാസനത്തിന്റെ വർണ്ണനീയമായ പദ്ധതിയെ ഞങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യും. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും അവിടുത്തെ അഭിനന്ദിച്ചുകൊണ്ട് അംഗീകാരങ്ങൾ പ്രതികരിക്കുന്നു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കൊടുക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അവിടുത്തെ മരണവും ഉയർന്നു ഓർത്തുകൊണ്ട് അങ്ങേക്ക് മുമ്പിൽ നിൽക്കുന്നത് അങ്ങേ പരിചരിക്കുന്നതിന് മർമ്മനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ രക്ഷയുടെ പാഠമാണെന്ന് ഞങ്ങൾ അങ്ങേ
ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായും വൈദികരുടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർത്തിന്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അംഗീകാരത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അഭിമുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളിൽ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആകൃതിയുടെ ഭർത്താവായ പാവപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവിതത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അംഗീകൃതമായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേയും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാണ് ബോധ്യത്തിനായി ദിവ്യോപദേശാനുഭവത്തിനായി നിർഭയം നമുക്ക് ഏറ്റുവാ. ദൈവമിൻ അരികിലായി അൾത്താരയിൽ എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ. ദൈവമിൻ കൈകളിൽ നാവിലിന്നിതാ ദൈവത്തിന്റെ ജാതനായ ഏകോട് ഉയർച്ചയ്ക്ക് കാഴ്ച ചെയ്ത് നിങ്ങളെ സഹായമാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമാചുര്യമാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമി ദിവ്യപൂജ സമാപിച്ചു. The sunrise waking my day, you are the moonlight shining my way. This is where I call home. You are the fire warm in my night, with you I'll stay till the morning light. This is where I call home. This is where I call home. Your love is like no other. Your love is where I feel alive, my safety and my shelter. Your love is my home.
sun or rain, in the joy or pain, you will be my home, yeah. In the dark or light, through the hardest fight, you will be my home, yeah. In the sun or rain, in the joy or pain, you will be my home, yeah. In the dark or light, through the hardest fight, you will be my home, yeah. Your love is like no other. Your love is where I feel alive, my safety and my shelter. Your love is my home. Your love has won me over. I'll always stay here by your side, my safety and my shelter. Your love is my home. Phyllis Isabel Casado. Happy married life. നമ്മുടെ വരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കാം. ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബമാണ്. ഒരൊറ്റ മുറി വീട്ടിൽ നിന്നാണ് റിയോ ചേട്ടൻ തന്റെ ജീവിതം ആരംഭിക്കുന്നത്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത്. +2 പഠനത്തിന് ശേഷം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിപ്ലോമ പൂർത്തിയാക്കി. ആ സമയത്ത് റിയോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ച ജോലി തന്നെ കാത്തു നിൽക്കാതെ ഒരു ബന്ധു വഴി കുവൈത്തിൽ ഒരു ജോലി തരപ്പെടുത്തി. റിയോ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു വീട് വെച്ച് റോയ് പപ്പയും മേരിയമ്മയും അവിടെ താമസിപ്പിക്കുക എന്നതായിരുന്നു. ജോലി ലഭിച്ച് അധികം താമസിയാതെ തന്നെ റിയോ ചേട്ടൻ തന്റെ ആഗ്രഹം പൂർത്തിയാക്കി. ജോലിയുടെ മഹത്വമല്ല, എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മധൈര്യവുമാണ് ഒരു വ്യക്തിക്ക് ജീവിത വിജയം നേടാൻ വേണ്ടതെന്ന് റിയോ ചേട്ടൻ നമ്മെ പഠിപ്പിക്കുന്നു. ഗ്രൂമിനെ കുറിച്ച് പറയുമ്പോൾ ബ്രൈഡിനെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല. ഒരു മനുഷ്യനെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് അവന്റെ ബാക്ക് ബോൺ ആണ്. ഇവർ രണ്ടുപേരും പരിചയപ്പെട്ട നാൾ മുതൽ റിയോ ചേട്ടന്റെ ബാക്ക് ബോണായി നിന്നത് ജിൻഷ ചേച്ചിയാണ്. കാഴ്ചക്കാരായി നിൽക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ എന്നാൽ ജിൻഷ ചേച്ചി നല്ലൊരു കേൾവിക്കാരിയായിക്കൊണ്ട് ഞങ്ങളുടെ റിയോ ചേട്ടന് കൊടുത്ത മെന്റൽ സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് റിയോ ചേട്ടൻ തന്റെ ആഗ്രഹം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം. Made for each other. ജിൻഷ ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Firstly, I invite groom's mother Mary Roy and Sunny Manakaparampil. I also invite bride's parents Mr. Anthony Padua and Mrs. Ida Anthony Padua. ഞാൻ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഗ്രാൻഡ് പേരൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Mrs. Mariama Jose and Mrs. Georgia Padua. Next, let's cordially welcome groom's godfather and godmother, Mr. Thomas Pallikadathil and Mrs. Molly Thomas onto the stage. തിരി തെളിയിക്കുന്ന ചടങ്ങാണ്. ഈ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ കുടുംബത്തിന്റെ നെടുന്തൂണായി നിന്ന വിനോദയെയും റോയ് പപ്പയെയും ഒരു നിമിഷം ഓർത്തുകൊണ്ട് ബ്രൈഡിനെയും ഗ്രൂമിനെയും തിരി തെളിയിക്കാൻ ക്ഷണിക്കുന്നു.
paying for my sins. And I've been walking this earth long enough that that's a gift. Been living this life so patient until I see you again. It's war we're facing. I know that if I die, my only choice is still defending. No matter what they say, my love for you is greater than their powers and their armies from above. You give me strength. I'm with you either way. If I die, if I stay, give me strength. I'm with you either way. Nothing's lost, no more pain, just give me strength. Scars and the wounds, I wear them proud like tattoos. Reminds me that I lost you. Reminds me that I'll be living this life so patient until I see you again. It's war we're facing. I know that if I die, my only choice is still defending. No matter what they say, my love for you is greater than their powers and their armies from above. You give me strength. I'm with you either way. If I die, if I stay, give me strength. I'm with you either way. Nothing's lost, no more pain, just give me strength. ഒരു അടിക്കാരൻ ഒരു അഞ്ചാറടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ ഒരു അടിക്കാരൻ ഒരു അടിക്കാരൻ ഒരു അഞ്ചാറടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ ഒരു അടിക്കാരൻ ഓന കൊണ്ടാടികളിൽ ഏറ്റവും ഏറ്റവും പവറാർന്നൊരടി ഓളവരടി വരടി ഓളവരടി ഓളവരടി വരടി ഓളവരടി ദാനി സരിഗാ സരിരി ദാനി സരിരി സാ ദാനി സരിഗാ സരിരി ദാനി സരിരി സാ. പ്രസാദാത്മകമായ അബദ്ധങ്ങൾ പ്രണയപാതയിൽ ചന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. ആസമലരായി വിരിഞ്ഞോള് ചേല ഹുസ്നുൽ ജമാലോള് ഹാൽ ബദറുൽ മുനീറോനെ ഘോര ഘോരം സാരസാരം ധീര ധീരം കൊണ്ട പ്രേമം സുന്ദര പ്രപഞ്ച സത്തരാഗ
உன்னை கலக்கும் பொழுது கண்ணில் அடிக்கு வழங்கு என்னை கடையும் கடையும் என கழுது வாசிநகர் வீதி பக்கம் வாழி கண்ணில் ஒன்றை பிச்சை போட்டு போடி அவளா அவள் அமராவதியாக்கே ஓ அமராவதியாக்கே മനസ്സോ ഇപ്പൊ തന്നി അടിക്കുന്നു മാമൻ അടിക്ക് മുത്തലട്ടം ടം സിരിപ്പോ ഇല്ല മിന്നലടിക്കുന്നു ആസ പൊണ്ணுக்கு അച്ചരട്ടം ടം புதுசா ஒரு வெக்கம் ஒலிக்குது குடிச்சா ஒரு வெப்பம் வலிக்குது வேட்டி ஒண்ணு சேலையத்தான் கட்டிக்கிட்டு சிக்கி தவிக்குது மாலை டம் டம் மஞ்சள டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி பட்டிக்கும் புத்திக டம் டம் மாலை டம் டம் மஞ்சள டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி பட்டிக்கும் புத்திக டம் டம்
ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ നിറമായി നിഴലായി നീയില്ലേ എന്നാളും നീല നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ आज सजया है वे सारा शहर आज हो गई आवे रब दी महर हाय सजया है वे सारा शहर आज हो गई आवे रब दी महर अखियां चो डिगदे हंजू खुशियां दे तेरी बन जाना अज तू सजना वे अखियां चो डिगदे हंजू खुशियां दे तेरी बन जाना अज तू सजना वे